നമുക്കിരിക്കാം. പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവമുള്ള ഒരു വചന ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വചന ശുശ്രൂഷ കഴിയുന്നത് വരെ ഇനിയിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് എഴുന്നേൽക്കരുത് എന്ന് സ്നേഹപൂർവം ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് വചനമെടുക്കാം. കൊരിന്ത്യസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 18-ാമത്തെ തിരുവചനം. കൊരിന്ത്യസ് 3:18 നമുക്ക് വായിക്കാം. കർത്താവിന്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് ഏറ്റു പറയാം. കർത്താവിന്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് പറയാം. കർത്താവിന്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ അച്ഛ, ജോസഫ് അച്ഛ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരരെ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം. മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറച്ചുകൂടെ നന്നായിട്ട് ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. അച്ഛനെ നോക്കി എല്ലാവരും കുറച്ചുകൂടെ നന്നായി ഉള്ള പല്ലെല്ലാം കാണിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയെ നോക്കി കുറച്ചുകൂടെ നന്നായിട്ട് ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ നന്നായോ? ചിരിക്കുന്ന കാര്യത്തിലെങ്കിലും നോക്കി ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ 2026 ഒരു മാസം കഴിഞ്ഞു. അടുത്ത മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഫെബ്രുവരി മാസത്തിലെ ആദ്യത്തെ വ്യാഴാഴ്ച. ഇന്ന് നമ്മളെ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയ കർത്താവിന് കൈയടിച്ച് നന്ദി പറയാം. അങ്ങനെ 2-3 ദിവസങ്ങൾ, 2-3 വ്യാഴാഴ്ചകൾ കഴിയുമ്പോൾ, എങ്കിൽ ഒരു 4 വ്യാഴാഴ്ച കഴിയുമ്പോൾ ഫെബ്രുവരിയും കഴിയും. അങ്ങനെ ഈ വർഷം. അതിനു മുമ്പ് എന്ത് സംഭവിക്കണം? വെരി ഗുഡ്. അതിനു മുമ്പ് നമുക്ക് എന്ത് സംഭവിക്കണം? രൂപാന്തരീകരണം സംഭവിക്കണം. നിങ്ങൾ പേടിക്കണ്ട. നമുക്ക് എല്ലാ ദിവസവും എന്ത് സംഭവിക്കുന്നുണ്ട്? രൂപാന്തരീകരണം സംഭവിക്കുന്നുണ്ട്. അത് എത്രമാത്രം സംഭവിച്ചു എന്നതാണ് ചോദ്യം, അല്ലേ? നമ്മൾ ഓരോ ദിവസവും, കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ പോലെ, സ്വർണത്തിന് വില കൂടുന്നുണ്ട്. അതെന്തോരം കൂടി എന്നാണ് നോക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് എന്തോരം കൂടി, എന്തോരം കുറഞ്ഞു. ചിലപ്പോൾ കൂടുതൽ മാത്രമല്ല, നമ്മൾ ചില ആഴ്ച നോക്കുമ്പോൾ കുറച്ച് കുറഞ്ഞതായിട്ടും കാണും. അങ്ങനെയില്ലേ? സ്വർണത്തിന് വില കൂടുതൽ മാത്രമല്ലല്ലോ, ഇടക്ക് കുറയുന്നുണ്ട്. നമ്മുടെ സ്നേഹവും എങ്ങനെയാണ്? ചില നേരത്ത് കൂടും, പത്രത്തിൽ ഉണ്ടാവില്ലെന്ന് മാത്രം. ഹല്ലേലൂയ. പക്ഷെ ഈ കൂടിയതും കുറഞ്ഞതും ആര് പരിശോധിക്കുന്നുണ്ട്? ഈശോ പരിശോധിക്കുന്നുണ്ട്. അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പാടിയ പാട്ടുണ്ടല്ലോ, ഈശോ എന്റെ ഹൃദയത്തിൽ അല്പനേരം വിശ്രമിക്കാൻ നീ വരണമേ, എന്നിട്ട്
നീ എന്റെ ഹൃദയത്തിൽ എത്രമാത്രം സ്നേഹിക്കപ്പെടുന്നുണ്ടെന്ന് പരിശോധിക്കണമേ. ഹല്ലേലൂയ. അപ്പൊ ഈശോ നമ്മുടെ ഹൃദയത്തില് വന്നിരുന്ന് ചില കാര്യങ്ങൾ പരിശോധിക്കും. കൊച്ചു ത്രേസ്യയുടെ ഒരു പ്രാർത്ഥനയാണത്. ഈശോയെ, നീ എന്റെ ഹൃദയത്തിൽ അല്പനേരം നിന്റെ മുഖം ചായ്ച്ച് വിശ്രമിക്കണമേ. എന്നിട്ട് എന്റെ ഹൃദയത്തിൽ നീ എത്രമാത്രം സ്നേഹിക്കപ്പെടുന്നുണ്ടെന്ന് പരിശോധിക്കണമേ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ആഴ്ച അച്ഛൻ പറഞ്ഞു, നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തിനു വേണ്ടിയുള്ളതാണ്? പലർക്കും വിട്ടുപോകാൻ അല്ലേ? നമ്മൾ പറഞ്ഞു, ഈ ആഴ്ചയിലെ പ്രസംഗം കേൾക്കുമ്പോൾ നിങ്ങൾ പറയും, ഇത് വളരെ കഠിനമാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇനി ആവില പള്ളിയിലേക്ക് ഇല്ല. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച വന്നിട്ട് ഈ ആഴ്ച വരാത്തവരൊക്കെ ഒന്ന് കൈവക്കി. കുറച്ചു പേര് പൊക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഇനി ഈ ആഴ്ച വന്നിട്ട് അടുത്ത ആഴ്ച വരാത്തവര് നോക്കാം നമുക്ക്. അപ്പോൾ ഇന്ന് അച്ഛൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം നിങ്ങളെ അടുത്ത ആഴ്ച ഇങ്ങോട്ട് വരാൻ മടിയുണ്ടാക്കുന്ന കാര്യമാണ്. ഇനി അങ്ങോട്ട് ആവില പള്ളിയിലേക്ക് പോകണ്ട എന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് പ്രചോദനം തരുന്ന ചില കാര്യങ്ങളാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, രൂപാന്തരീകരണത്തെ കുറിച്ചാണ്. യേശുവിനെ പോലെ ആകുന്നതിനെ കുറിച്ചാണ്. ഈശോയെ പോലെ ആകുന്നത് എങ്ങനെയാണ്? ഈശോയുടെ പദ്ധതികൾ നമ്മുടെ പദ്ധതികളായി നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമ്മൾ ആരെ പോലെയാകും? ഈശോയുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങളായി ഏറ്റെടുക്കുമ്പോൾ നമ്മൾ ആരെ പോലെയാകും? അങ്ങനെ ഈശോയുടെ കുറെ ആഗ്രഹങ്ങൾ പറഞ്ഞിട്ട് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈശോയുടെ ഒരാഗ്രഹമാണ് നമ്മൾ ആത്മപരിത്യാഗം ചെയ്യണമെന്നത്. എന്താണ് ഈശോയുടെ ആഗ്രഹം? ആത്മപരിത്യാഗം ചെയ്യണം, നമ്മെ തന്നെ ഉപേക്ഷിക്കണം. സെൽഫ് ഡിനായൽ എന്ന് പറയും. ഇംഗ്ലീഷിൽ വേറൊരു വാക്കുണ്ട്, ഡിറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞേ. ഡിറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ വിരക്തി എന്നാണ് അതിന്റെ അർത്ഥം. അത് നമ്മൾ പരിത്യാഗം ചെയ്യാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വേറെ ഒരു വാക്കുണ്ട്, നിങ്ങൾ എന്തായാലും ഇപ്പൊ നമ്മൾ സ്കൂളിലൊക്കെ പോയിട്ട് കുറെ നാളായില്ലേ, പഠിച്ചു. മോർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞേ. വെരി ഗുഡ്. അപ്പൊ ഇങ്ങനെ കുറച്ച് വാക്കുകളുണ്ട്. അതിനെ കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ ലളിതമായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആത്മപരിത്യാഗത്തിന്റെ ഒരു 13 വഴികളാണ് നമ്മൾ ഇപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, പ്രതികാരം ചെയ്യാനുള്ള അവകാശം ഉപേക്ഷിക്കുക. 2, എല്ലാ സൗകര്യങ്ങളോടും കൂടെ ജീവിക്കാനുള്ള അവകാശം ഉപേക്ഷിക്കുക. അതിന്റെ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച മദർ തെരേസയുടെ കാര്യമൊക്കെ പറഞ്ഞത്. ഹല്ലേലൂയ. 3, ബഹുമാനിക്കപ്പെടാനുള്ള അവകാശം ഉപേക്ഷിക്കുക. നമ്മൾ അപ്രകാരം ബഹുമാനിക്കപ്പെടാനുള്ള അവകാശം ഉപേക്ഷിച്ച കുറെ വിശുദ്ധരുടെ കഥകളൊക്കെ പഠിച്ചതാണ്. ഈശോ പറഞ്ഞത് വായിച്ചതാണ്. 4, ഇഷ്ടമുള്ളതുപോലെ പണം ചെലവഴിക്കാനുള്ള അവകാശം ഉപേക്ഷിക്കുക. നമ്മുടെ കയ്യില് ഇഷ്ടംപോലെ കാശുണ്ട്. അപ്പോൾ കയ്യിൽ കാശുണ്ട്, കയ്യിൽ വിരലുകളുണ്ട്. അപ്പോൾ ഒരു കുട്ടി വന്നിരിക്കുകയാണ്, 20 വയസ്സ്. കൊച്ചിന്റെ 5 വിരലിലായിട്ട് 10 മോതിരത്തിൽ കൂടുതലുണ്ട്. ചില വിരലുകളിൽ 1, 2 ഉണ്ട്. അതാണ് 10ൽ കൂടുതലുണ്ടെന്ന് പറഞ്ഞത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അച്ഛൻ പറയാതെ വിട്ടില്ലേ മോളെ, ഇത്രയും മോതിരത്തിന്റെ ഒന്നും ആവശ്യമില്ല അല്ലേ? 2 ഉള്ളവൻ. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അല്ലെ, കയ്യിൽ കാശുണ്ട്, മോതിരം ഒരു മോതിരം കണ്ടു, അത് മേടിച്ചിട്ടു. ഇല്ല, സ്വർണ്ണ മോതിരമാണ്. സാധാരണ നമ്മുടെ സ്റ്റോളിൽ കിട്ടുന്ന പോലത്തെ മോതിരമല്ല. ഹല്ലേലൂയ. അപ്പോൾ ഇഷ്ടമുള്ളതുപോലെ പണം ചെലവഴിക്കാനുള്ള അവകാശം ഉപേക്ഷിക്കുക. കയ്യിൽ കാശുണ്ട്, കാതിൽ എത്ര വേണമെങ്കിലും കമ്മല് കുത്താം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യെസ്. ഇനി 5, ശത്രുക്കളെ വെറുക്കാനുള്ള അവകാശം
6 ആദരിക്കപ്പെടാനും ശുശ്രൂഷിക്കപ്പെടാനുമുള്ള അവകാശം. 7 അനുസരിക്കുന്നതിന് മുമ്പ് എല്ലാം അറിയാനുള്ള അവകാശം. 8 സ്വന്തം നിയമങ്ങളും ഇഷ്ടങ്ങളും അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം. നമ്മൾ പറഞ്ഞില്ലേ, എന്തെങ്കിലും നീ എന്താ അങ്ങനെ ചെയ്തത്, അതെന്റെ ഇഷ്ടം, നീ എന്തിനാണ് അവിടെ പോയത്, എന്റെ ഇഷ്ടം എന്ന് പറയാനുള്ള അവകാശം ഉപേക്ഷിക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ പത്രത്തിൽ ഒരു വാർത്തയുണ്ട്. 3 പെൺകുട്ടികൾ ചെയ്ത ഒരു കടുങ്കൈ ആദ്യത്തെ പേജിൽ തന്നെ ഉണ്ട്. അച്ഛൻ എന്താണെന്ന് മുഴുവനും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ യൂട്യൂബുകാര് ഈ വീഡിയോ കട്ട് ചെയ്യും. അങ്ങനെയുണ്ട്. നമ്മള് ഈ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ കട്ട് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അപ്പൊ നിങ്ങൾ വായിച്ചാൽ മതി. 3 പെൺകുട്ടികളെ അവരെന്ത് ചെയ്തു എന്ന് അച്ഛൻ പറയില്ല. 3 പെൺകുട്ടികളെ അപ്പൻ വിലക്കി. അപ്പന്റെ മക്കളാണ്. 12 വയസ്സ്, 14 വയസ്സ്, 16 വയസ്സ്. 3 പെൺകുട്ടികളെ അപ്പൻ വിലക്കി. എന്തിൽ നിന്ന്? അവര് ഒരു കൊറിയൻ ഡ്രാമ കാണുകയും കൊറിയൻ ഗെയിം കളിക്കുകയും കൊറിയൻ ഗെയിമിന്റെ ഭാഗമായിട്ടുള്ള ടാസ്കുകൾ ചെയ്യുന്ന ഗെയിം കളിക്കുന്ന ഒരു ശീലമുള്ള കുട്ടികള്. അപ്പന് മടുത്തു. ഇത് മക്കളെ ഒന്ന് താഴെ വെക്ക്, ചോറ് തിന്നെ, കുളിക്ക്, പഠിക്ക്, ചെറിയ പ്രായമുള്ള പിള്ളേരല്ലേ, നിങ്ങൾ പരീക്ഷയൊക്കെ വരികയല്ലേ എന്ന് പറഞ്ഞ് ഫോൺ മേടിച്ചു വെച്ചതിന് പ്രതികാരമായി കൊച്ചുങ്ങൾ കത്തെഴുതി. ഈ ഗെയിം ഞങ്ങളുടെ ജീവിതത്തിൽ എത്ര മാത്രം പ്രധാനപ്പെട്ടതാണെന്ന് നിങ്ങൾ അറിഞ്ഞോ എന്ന് പറഞ്ഞ് ഒരു കടുങ്കൈ ചെയ്തു. ബാക്കി പത്രത്തിൽ വായിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, സ്വന്തം നിയമങ്ങളും സ്വന്തം ഇഷ്ടങ്ങളും അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം. ഞങ്ങൾക്ക് ഗെയിം കളിക്കാൻ അവകാശമില്ലേ? ഉണ്ട്, കളിക്കും. അതിനാരെങ്കിലും എതിര് നിന്നാൽ ഹല്ലേലൂയ. അപ്പോ നമ്മുടെ ചില ഇഷ്ടങ്ങള് കർച്ചയിൽ ചെയ്യപ്പെടുമ്പോ, അതിന് തടസ്സം നിൽക്കുമ്പോ ദൈവത്തിന് നിരക്കാത്ത പ്രവർത്തികൾ ചെയ്യുന്ന ആളുകളുണ്ട്. സ്വന്തം നിയമങ്ങളും ഇഷ്ടങ്ങളും അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം ഉപേക്ഷിക്കുക. 9 ഹൃദയത്തിൽ വിദ്വേഷം സൂക്ഷിക്കാനുള്ള അവകാശം ഉപേക്ഷിക്കുക. അതായത് ഹൃദയത്തിൽ വിദ്വേഷം, നമ്മളത് കുറച്ചുകൂടി ലൈറ്റ് ആക്കിയിട്ട് പറഞ്ഞത് പരിഭവം സൂക്ഷിക്കാനുള്ള അവകാശം ഉപേക്ഷിക്കുക. നമ്മൾ കഴിഞ്ഞ ആഴ്ച മുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പരാതി പറയാനുള്ള അവകാശം ഉപേക്ഷിക്കുക എന്നതിനെ കുറിച്ചാണ്. അതിന്റെ 1ാമത്തെ ഭാഗം കഴിഞ്ഞു. അവസാനത്തെ ഭാഗം ഇന്ന് നമ്മൾ തുടങ്ങുകയാണ്. പരാതി പറയാനുള്ള അവകാശം നമ്മൾ കണ്ടതാണ്. പരാതി പറയുന്നവരെ കുറിച്ച് ജെറമിയായുടെ പരാതി നമ്മൾ ധ്യാനിച്ചു. ജോബിന്റെ പരാതി നമ്മൾ ധ്യാനിച്ചു. ഇസ്രായേൽ ജനം എല്ലാ ദിവസവും മന്ന കഴിക്കേണ്ടി വന്നപ്പോൾ അവര് പറഞ്ഞ പരാതി, അതിന് ഫലമായിട്ട് പരാതി പറഞ്ഞതിന് കിട്ടിയ പണി ഒക്കെ നമ്മൾ ധ്യാനിച്ചതാണ്. യോനായുടെ പരാതി നമ്മൾ ധ്യാനിച്ചു. അതുപോലെ ജനങ്ങൾ, ഈശോയുടെ കൂടെ നടന്ന ജനങ്ങൾ ഇതൊക്കെ സ്വീകരിക്കാൻ ആർക്ക് പറ്റും എന്ന് പറഞ്ഞ് പരാതി പറയുന്നത് നമ്മൾ ധ്യാനിച്ചതാണ്. അതുപോലെ നമ്മൾ ഒടുവിലായിട്ട് ധ്യാനിച്ചു പിന്നെ ധ്യാനിച്ചത് ഈശോയുടെ മനോഭാവങ്ങളാണ്. ഈശോ സമരിയാക്കാര് തിരസ്കരിക്കുമ്പോഴും ഈശോ പരാതി പറയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ദ ചോസൺ എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് നടക്കുന്ന കാര്യം കുറച്ചു പേർക്കെങ്കിലും അറിയാൻ പറ്റും. ഒരു ഇംഗ്ലീഷിലുള്ള ഒരു വെബ് സീരീസ് ആണ്. അതായത് ഈശോയുടെ ജീവിതത്തെ, സുവിശേഷത്തെ, ഈശോയുടെ ജീവിതത്തെ മനോഹരമായി ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു വെബ് സീരീസ് ആണ് ദ ചോസൺ എന്ന് പറയുന്ന വെബ് സീരീസ്. തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. അതിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് സീസൺ 6, ഇനിയുള്ളത് കുർബാനയുടെ സ്ഥാപനവും പീഡാസഹനവും മരണവും ഒക്കെ ആയിട്ടുള്ള ഭാഗങ്ങൾ വരാനിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഒരു ഭാഗത്ത് ഈ സമരിയാക്കാര് ഈശോയെ തിരസ്കരിച്ചു എന്ന് നമ്മൾ വെറുതെ വായിച്ചു പോകുന്ന ആ ഒരു ഭാഗം മനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ആ
നമ്മൾ സാധാരണ അച്ഛൻ ഇങ്ങനെ വായിക്കുമ്പോൾ ഈശോ ഇങ്ങനെ കടന്നു വരുന്നു, സമരിയാക്കാര് തിരസ്കരിച്ചുകൊണ്ട് പറയുന്നു, അയ്യോ സാറേ ദയവ് ചെയ്ത് ഞങ്ങളുടെ നാട്ടിൽ കൂടെ പോകാൻ പറ്റില്ല, സാറ് ജെറൂസലേമിലേക്ക് പോവല്ലേ, ഇതിലേ പോകാൻ പറ്റില്ല, വേറെ വഴി കൂടെ പോകണം എന്ന് വളരെ മാന്യം മര്യാദയ്ക്കും പറഞ്ഞിട്ടുണ്ടാകും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്, അല്ലേ? അല്ലാതെ ഈശോയോട് വേറെ തരത്തിൽ പറയോ? ഇല്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അച്ഛൻ ഈ വെബ് സീരീസ് കണ്ടപ്പോ അച്ഛന് അത് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. കാരണം സമരിയാക്കാര് ഈശോയെ തിരസ്കരിക്കുന്നത് ഞങ്ങളുടെ നാട്ടിലൂടെ പോകാൻ പറ്റില്ല എന്ന് വെറുതെ പറയുകയല്ല, അവൻ ജെറൂസലേമിലേക്കാണ് പോകുന്നതെന്ന് കേൾക്കുമ്പോ അവനെ കല്ലെടുത്തെറിയുകയാണ്. അവന്റെയും ശിഷ്യന്മാരുടെയും മുഖത്ത് കാർക്കിച്ച് തുപ്പുകയാണ്. അങ്ങനെയാണ് ഈശോയെ തിരസ്കരിക്കുന്നതായി, ഇതിലൂടെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവർ ഈശോയെ അത്രമാത്രം അപമാനിച്ച് അവഹേളിച്ചാണ് അവിടെ നിന്ന് ഇറക്കി വിടുന്നത്. കാർക്കിച്ച് തുപ്പുകയും ആ തുപ്പല് മുഖത്ത് വന്ന് വീഴുകയും ഒക്കെ ചെയ്യുന്ന രംഗങ്ങളുണ്ട്. കല്ലെടുത്തെറിയുകയും കല്ല് അവരുടെ ശരീരത്തിൽ കൊള്ളുകയും ചെയ്യുന്ന രംഗങ്ങളുണ്ട്. സമരിയാക്കാർ ഈശോയെ തിരസ്കരിക്കുകയാണ്, അതുപോലെ വെറുക്കുകയാണ്. അത്രമാത്രം ദേഷ്യം വന്നിട്ടാണ് യോഹന്നാനും യാക്കോബും കൂടെ ഇവര് ചെയ്യുന്ന പ്രവൃത്തിയിൽ ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവര് പറയുന്നത്, ഞങ്ങൾ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി ഇവരെ കൊന്നുകളയട്ടെ എന്ന് പറയാൻ തോന്നുന്ന വിധത്തില് യാക്കോബിന്റെയും യോഹന്നാന്റെയും ഹൃദയത്തില് ഈ വെറുപ്പിങ്ങനെ, വെറുപ്പെന്ന് പറയുന്നത് ദേഷ്യം ഇങ്ങനെ വളരുന്നതിന്റെ കാരണം അതുപോലെ ഇവര് പെരുമാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലേ, നമുക്ക് ചിന്തിക്കാവുന്നുള്ളൂ, ഞങ്ങളുടെ നാട്ടിൽ കൂടെ പോയരുത് എന്ന് വെറുതെ പറഞ്ഞതിന് അപ്പൊ തന്നെ ദേഷ്യം കയറി ഇവരെ ഞങ്ങൾ നശിപ്പിക്കട്ടെ എന്ന് ചോദിക്കോ? നമ്മളാണെങ്കിൽ ചോദിക്കോ? ഇല്ല. എന്നാ ശരി, വേണ്ട, വേറെ എന്തെങ്കിലും വഴി നോക്കാം, സമാധാനത്തിൽ പിരിയാം, അല്ലേ? ഇത് സമാധാനത്തിലുള്ള തിരസ്കരണമല്ല, അപ്പോൾ വളരെ കഠിനമായ തിരസ്കരണമാണ്. അപ്പോൾ ആ പശ്ചാത്തലത്തിലും ഈശോ എന്ത് ചെയ്യുന്നില്ല? പരാതി പറയുന്നില്ല. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ തന്നെ വിട്ടുപോയവരെ കുറിച്ച് ഈശോയ്ക്ക് പരാതിയില്ല, തന്നെ പുറത്താക്കിയവരെ കുറിച്ചും പരാതിയില്ല, തന്നെ വിട്ടുപോയവരെ കുറിച്ച് പരാതിയില്ല. ഇനി അവന്റെ സഹോദരന്മാർ തന്നിൽ വിശ്വസിക്കാത്തതിനെ കുറിച്ച് ഈശോയ്ക്ക് സ്വന്തം വീട്ടുകാര്, സ്വന്തം ഭർത്താവ് തന്നെ, നമ്മൾ പറയില്ലേ, ആരെന്നെ വിശ്വസിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എന്റെ ഭർത്താവ് എന്നെ വിശ്വസിച്ചല്ലോ, അത് മതി, ആശ്വാസമല്ലേ? അല്ലെങ്കിൽ ഒരു ഭർത്താവ് പറയാണ്, ഈ നാട്ടിലുള്ള ആരെന്നെ വിശ്വസിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എന്റെ ഭാര്യ എന്നെ വിശ്വസിച്ചല്ലോ, അത് മതി എന്ന് പറയുമ്പോ നമുക്കൊരു ആശ്വാസമുണ്ട്. നേരെ തിരിച്ചാണെങ്കിലോ, എല്ലാവരും വിശ്വസിച്ചു, പക്ഷെ ഭർത്താവ് വിശ്വസിക്കുന്നില്ല, ഉറങ്ങാൻ പറ്റുമോ? ഇല്ല. അല്ലെങ്കിൽ എല്ലാവരും വിശ്വസിച്ചു, ഇവൻ ഓക്കെയാണ്, ഇവൻ കുറ്റക്കാരനല്ല, പക്ഷെ ഭാര്യ വിശ്വസിക്കുന്നില്ല, ഉറങ്ങാൻ പറ്റുമോ? അതാണ് ഈ വീട്ടിലുള്ളവര്, പ്രിയപ്പെട്ടവര് തിരസ്കരിക്കുമ്പോഴുള്ള ആ വേദനയുടെ ഭാരമെന്ന് പറയുന്നത്, അല്ലേ? അപ്പോ ഈശോയുടെ സ്വന്തം സഹോദരന്മാര്, കുടുംബക്കാര് അവനിൽ വിശ്വസിച്ചില്ല, എന്നിട്ടും ഈശോ പരാതി പറയുന്നില്ല. അന്യായമായി വിധിക്കപ്പെട്ടതിനെ കുറിച്ച് പീലാത്തോസിന്റെ അരമനയിൽ ഈശോ പരാതി പറയുന്നില്ല. തനിക്ക് പകരം ബറാബാസിനെ തെരഞ്ഞെടുത്തതിനെ കുറിച്ച് പരാതി പറയുന്നില്ല. തന്നെ കുരിശിൽ തറച്ചവരെ കുറിച്ച് പരാതി പറയുന്നില്ല. ഹല്ലേലൂയ. അത്രയുമാണ് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ് നിർത്തിയത്. അതിന്റെ തുടർച്ചയായി നമ്മൾ പറയുകയാണ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 5-ാം അധ്യായം 40 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങൾ എഴുതി വയ്ക്കാം. വചനഭാഗം അപ്പോസ്തല പ്രവർത്തനങ്ങൾ 5, 40 മുതൽ 42 വരെ. ഈശോ എപ്രകാരമാണ് പരാതി പറയാതിരുന്നത്, അതുപോലെ തന്നെ നമ്മൾ കാണുകയാണ് പത്രോസും യോഹന്നാനും അപ്പോസ്തലന്മാര് പരാതികളില്ലാതെ ജീവിച്ചു. വായിക്കാം. അവർ അപ്പോസ്തലന്മാരെ അകത്തു വിളിച്ച്
പ്രഹരിച്ചതിന് ശേഷം യേശുവിന്റെ നാമത്തിൽ സംസാരിച്ചു പോകരുതെന്ന് കൽപ്പിച്ച് അവരെ വിട്ടയച്ചു. അവരാകട്ടെ യേശുവിന്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറത്തുപോയി. എല്ലാ ദിവസവും ദേവാലയത്തിൽ വെച്ചും ഭവനം തോറും ചെന്നും യേശുവാണ് ക്രിസ്തുവെന്ന് പഠിപ്പിക്കുന്നതിലും പ്രസംഗിക്കുന്നതിലും നിന്ന് അവർ വിരമിച്ചില്ല. കൈയടിച്ച് നന്ദി പറഞ്ഞേ. അതായത് യേശുവിന്റെ നാമത്തിൽ പ്രസംഗിച്ചതിന് അവർക്ക് തല്ല് കിട്ടിയപ്പോൾ അവർ പരാതി പറയുന്നതിന് പകരം എന്താണ് ചെയ്തത്? ഇവിടെ എഴുതിയിരിക്കുകയാണ്, യേശുവിന്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചു. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, യേശുവിന്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറത്തുപോയി. എന്തിനുള്ള യോഗ്യതയാണ്? കളക്ടർ ആവാനുള്ള യോഗ്യതയല്ല, മുഖ്യമന്ത്രിയാകാനുള്ള യോഗ്യത കിട്ടിയതിൽ സന്തോഷിക്കല്ല. എന്തിനുള്ള യോഗ്യതയാണ് കിട്ടിയത്? യേശുവിന്റെ നാമത്തെ പ്രതി സഹിക്കാനുള്ള യോഗ്യത. അങ്ങനെ ഒരു യോഗ്യതയുണ്ടോ? അല്ലേ? ആ യോഗ്യത വേണോ? യേശുവിന്റെ നാമത്തെ പ്രതി സഹിക്കാനുള്ള യോഗ്യത കിട്ടിയതിനെ ഓർത്ത് അവര് സന്തോഷിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മളാണെങ്കിലോ യേശുവിന്റെ നാമത്തെ പ്രതി പള്ളിയിൽ പോയതിനെ പ്രതി സഹിക്കാൻ ഒരവസരമുണ്ടായപ്പോ അത് യോഗ്യതയായി കണക്കാക്കുമോ? പിന്നെ പറഞ്ഞാ മതി. ഹല്ലേലൂയ. അപ്പോൾ അവർക്ക് പരാതി ഇല്ല എന്ന് മാത്രമല്ല, അവർക്ക് ഭയങ്കര സന്തോഷം. എന്ത് കിട്ടിയതിനെ ഓർത്ത്? തല്ല് കിട്ടിയതിനെ ഓർത്ത്. അല്ലെങ്കിൽ യേശുവിന്റെ നാമത്തെ പ്രതി പട്ടിണി കിടക്കേണ്ടി വന്നു ഒരു ദിവസം, അതിനെ ഓർത്ത് ഭയങ്കര സന്തോഷം. യേശുവിന്റെ നാമത്തെ പ്രതി നമ്മൾ പൗലോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, യേശുവിന്റെ നാമത്തെ പ്രതി കടലിൽ ഒഴുകി നടക്കേണ്ടി വന്നു, അതിനെ ഓർത്ത് സന്തോഷം. യേശുവിന്റെ നാമത്തെ പ്രതി നഗ്നനാക്കപ്പെടേണ്ടി വന്നു, അതിനെ ഓർത്ത് സന്തോഷം. ഹല്ലേലൂയ. പരാതിയില്ല. അടുത്തത്, കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് ഹോംവർക്ക് ചെയ്ത് വായിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ വചനഭാഗമാണ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായം 19 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങൾ വായിക്കാം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16, 19 മുതൽ 25 വരെ. അവളുടെ യജമാനന്മാർ തങ്ങളുടെ ആദായ മാർഗം നഷ്ടപ്പെട്ടു എന്ന് കണ്ടപ്പോൾ പൗലോസിനെയും സീലാസിനെയും പിടികൂടി. ആ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണം. വലിച്ചിഴച്ച് പൊതുസ്ഥലത്ത് അധികാരികളുടെ മുമ്പിൽ കൊണ്ടുവന്നു. നിങ്ങളൊന്ന് ആലോചിച്ചേ, ടാറിട്ട റോഡല്ല, ഈ ചെമ്മൺ പാത, കല്ലൊക്കെ ഇങ്ങനെ കുണ്ടും കുഴിയും ഒക്കെ ഉള്ള ചെമ്മൺ പാതയിലൂടെ പൗലോസിനെയും സീലാസിനെയും വലിച്ചിഴയ്ക്കുകയാണ്. എത്ര ദൂരമെന്ന് എഴുതിയിട്ടില്ല. വലിച്ചിഴച്ച് റോട്ടിലൂടെ രണ്ടുപേരെ ആൾക്കൂട്ടം വലിച്ചിഴച്ച് കൊണ്ടുപോവുകയാണ്. എല്ലാം ബാക്കിയുണ്ടാവോ? എന്തുകൊണ്ടാണ്? ഒരു ദുരാത്മാവിനെ, ഒരു പെൺകുട്ടിയിലുണ്ടായിരുന്ന ഒരു ദുരാത്മാവിനെ ഇവര് പുറത്താക്കി കഴിഞ്ഞപ്പോ അവൾക്ക് പിന്നെ പ്രവചിക്കാൻ പറ്റുന്നില്ല. അവളുടെ യജമാനന്മാർക്ക് അവരുടെ ആദായ മാർഗം നഷ്ടപ്പെട്ടു. അവർ പൗലോസിനെയും സീലാസിനെയും പിടികൂടി എന്ന് പറയുമ്പോ നമ്മൾ ശരിക്കും എങ്ങനെയാണ് പിടികൂടുന്നതെന്ന് മനസ്സിൽ ധ്യാനിച്ചോളണം. കൈക്ക് വന്ന് പിടിക്കല്ല. എവിടെ വന്ന് പിടിക്കാണ്? കൊരക്കിന് പിടിക്കുകയാണ്, അല്ലെങ്കിൽ കോളറിന് പിടിക്കുകയാണ്, വലിച്ചിഴയ്ക്കുകയാണ്. കാലി പിടിച്ചിട്ട് കാല് രണ്ടും പൊക്കിയിട്ട് തല താഴ്ത്താക്കിയിട്ട് വലിച്ചിഴയ്ക്കുകയാണ്.
അങ്ങനെ വലിച്ചിഴച്ച് പൊതുസ്ഥലത്ത് അധികാരികളുടെ മുമ്പിൽ കൊണ്ടുവന്നു. അവർ അവരെ ന്യായാധിപന്മാരുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഇപ്രകാരം പറഞ്ഞു: യഹൂദരായി ഇവർ നമ്മുടെ നഗരത്തെ അസ്വസ്ഥമാക്കുന്നു. റോമാക്കാരായ നമുക്ക് നിയമപ്രകാരം അംഗീകരിക്കാനോ അനുഷ്ഠിക്കാനോ പാടില്ലാത്ത ആചാരങ്ങളെ കുറിച്ച് ഇവർ പ്രസംഗിച്ച് നടക്കുന്നു. അത് തന്നെ ഒരു നുണയാണ്. ഇവർക്കെതിരെ ഒരു നുണ പറയുകയാണ്. ജനക്കൂട്ടം ഒന്നാകെ അവർക്കെതിരായി ഇളകി വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റി അവരെ പ്രഹരിക്കാൻ ന്യായാധിപന്മാർ കൽപ്പന നൽകി. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വായിച്ചതാണ്. ആൾക്കൂട്ടം വിചാരണ ചെയ്തു കൊന്നു. ആൾക്കൂട്ടം എല്ലാവരും കൂടി ഒരു പട്ടിയെ തല്ലി കൊല്ലുന്നത് പോലെ, പാമ്പിനെ തല്ലുന്നത് പോലെ കണ്ടവനൊക്കെ വടിയെടുത്ത് തല്ലി. ആരെ? പൗലോസിനെയും സിലാസിനെയും. എന്തിനെ പ്രതി? സുവിശേഷം പ്രസംഗിച്ചതിനെ പ്രതി. ന്യായാധിപന്മാര് കൽപ്പന നൽകി, അല്ലെങ്കിൽ പോലീസുകാരുണ്ടായിരുന്നു, തല്ലിക്കോളാൻ പറഞ്ഞു. ശരിക്ക് തല്ലിക്കോളാൻ പറഞ്ഞു. അവരെ വളരെയധികം പ്രഹരിച്ചതിന് ശേഷം, ഒരു കണക്കൊന്നുമില്ല എത്ര തല്ലി എന്നുള്ളതിന്, എത്ര ഇടിച്ചു എന്നുള്ളതിന്, ആരൊക്കെ തല്ലി എന്നുള്ളതിന്, ഓരോരുത്തർക്കും മതി വരുന്നത് വരെ തല്ലി. ഇനി അവസാനം തല്ലി അവസാനം തല്ലുന്നവന് തന്നെ ക്ഷീണിച്ചിട്ട് ഇനി അടിക്കണ്ട, ഇനി തല്ലി കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ ചോരയാവുമെന്ന് തോന്നൂലേ? അതുവരെ തല്ലിയിട്ട് മതി വരെ വളരെയധികം പ്രഹരിച്ചതിന് ശേഷം കാരാഗ്രഹത്തിൽ അടച്ചു. അവർക്ക് ശ്രദ്ധാപൂർവം കാവൽ നിൽക്കാൻ പാറാവുകാർക്ക് നിർദ്ദേശം കൊടുത്തു. അവൻ കൽപ്പന പ്രകാരം അവരെ കാരാഗ്രഹത്തിന്റെ ഉള്ളറകളിലാക്കി കാലുകൾക്ക് ആമം വെച്ചു. അർദ്ധരാത്രിയോടടുത്ത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, മൂക്കിലൂടെ ചോര ഒഴുകാണ്. മൂക്കിനിടിച്ചിട്ടുണ്ട്. കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. കണ്ണ് ചതഞ്ഞിരിക്കുകയാണ്. ചുണ്ട് പൊട്ടിയിട്ടുണ്ട്. താടിയെല്ല് പൊട്ടിയിരിക്കുന്നുണ്ട്. ഊമ്പിന് ചവിട്ടിയിട്ടുണ്ട്. വയറ്റത്തിട്ട് ചവിട്ടിയിട്ടുണ്ട്. ഇനി മുറിവേൽക്കപ്പെടാനായിട്ട്, ചതഞ്ഞറിയാനായിട്ട് ഒരു സ്ഥലം ബാക്കിയില്ലാതെ, ശ്വാസം കിട്ടാതെ ഇങ്ങനെ കിടക്കാണ് രണ്ടുപേര്. അപ്പോ അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും എന്താണ് ചെയ്യുന്നത്? അവരവിടെ കിടന്ന് കീർത്തനം പാടുകയാണ്. സ്തുതി സ്തുതി ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ. ഇതാണ് പ്രിയപ്പെട്ടവരെ, പരാതി പറയാനുള്ള അവകാശം ഉപേക്ഷിച്ചതിന്റെ ചില ബൈബിൾ ഉദാഹരണങ്ങൾ. ഈ ഉദാഹരണങ്ങൾ നമുക്ക് ബാധകമാണോ? ഇതൊക്കെ പൗലോസിനും പത്രോസിനും സീലാസിനും യോഹന്നാനും മാത്രം ബാധകമാണോ? അല്ലെങ്കിൽ ഈ മനോഭാവം നമുക്കും ബാധകമാണോ? നമ്മൾ മറ്റൊരാളുടെ ഉദാഹരണം കൂടെ വായിക്കുന്നുണ്ട് ബൈബിളിൽ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 6-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 6:11 മുതൽ 15 വരെ നമ്മൾ വായിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, സ്തെഫാനോസിനെ കുറിച്ചാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 6-ാം അധ്യായം 11 മുതൽ. അതുകൊണ്ട് ഹല്ലേലൂയ. സ്തെഫാനോസിനെ ബന്ധിച്ചുകൊണ്ട് അവർ പറയുകയാണ്, അവർ രഹസ്യമായി പ്രേരിപ്പിച്ചതനുസരിച്ച് ജനങ്ങളിൽ ചിലർ പറഞ്ഞു, കള്ളസാക്ഷ്യം പറയുകയാണ് സ്തെഫാനോസിനെതിരെ. മോശയ്ക്കും ദൈവത്തിനുമെതിരായി ഇവൻ ദൂഷണം പറഞ്ഞു. കള്ളസാക്ഷ്യമാണ്. സ്തെഫാനോസ് മിണ്ടുന്നില്ല. ജനങ്ങളും നിയമജ്ഞരും പ്രമാണികളും ഒക്കെ അവനെ ബന്ധിച്ച് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നു. കള്ളസാക്ഷികൾ പറഞ്ഞു, ഈ വിശുദ്ധ സ്ഥലത്തിനും നിയമത്തിനുമെതിരായി ഇവൻ എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. സ്തെഫാനോസ് മിണ്ടുന്നില്ല. 14, നസ്രായനായ യേശു ഈ സ്ഥലം നശിപ്പിക്കുകയും മോശ നൽകിയിട്ടുള്ള ആചാരങ്ങൾ മാറ്റുകയും ചെയ്യുമെന്ന് ഇവൻ പറയുന്നത് ഞങ്ങൾ കേട്ടു. സ്തെഫാനോസ് മിണ്ടുന്നില്ല. സംഘത്തിലുണ്ടായിരുന്നവർ
അപ്പോ ഈ സ്തെഫാനോസ് ഇങ്ങനെ ഇവനെതിരെ കള്ളസാക്ഷികൾ ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ മിണ്ടാതിരിക്കുന്നത് കണ്ടപ്പോ സംഘത്തിൽ 15-ാമത്തെ തിരുവചനമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. സംഘത്തിലുണ്ടായിരുന്നവർ അവന്റെ നേരെ സൂക്ഷിച്ചു നോക്കി. ബാക്കി വായിച്ചേ. അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കാണപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, നമുക്കെതിരെ ഒരാള് ഇല്ലാത്ത ഒരു കാര്യം പറഞ്ഞു, ഉടനെ തന്നെ നമ്മുടെ മുഖം മാറും, ഇല്ലയോ? മാറും. വേറൊരാള് അതിലും ഗൗരവമുള്ള നമ്മൾ പറയാത്ത കാര്യം, ചെയ്യാത്ത കാര്യം ചെയ്തെന്ന് പറഞ്ഞു, വീണ്ടും നമ്മുടെ മുഖം മാറുമോ ഇല്ലയോ? മാറും. അങ്ങനെ മാറി മാറി അവസാനം നമ്മുടെ മുഖം ആരുടെ മുഖം പോലെയാകും? ആരുടെ മുഖം മാറി? ഒരു പ്രാവശ്യം കേട്ടപ്പോ മുഖം മാറി, 2 പ്രാവശ്യം കേട്ടപ്പോ മുഖം മാറി, 3 പ്രാവശ്യം കേട്ടപ്പോ മുഖം മാറി, അവസാനം മുഖം ഏത് മുഖം പോലെയായി? പക്ഷേ ഇവിടെയാണ് വ്യത്യാസം. സ്തെഫാനോസിന്റെ മുഖം മാറി മാറി ആരുടെ മുഖം പോലെയായി? ദൈവദൂതന്റെ മുഖം പോലെയായി. കാരണം അവന്റെ ഹൃദയത്തിൽ പരാതികളില്ല. ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. പ്രിയപ്പെട്ടവരെ, തെസ്സലോനിയക്കാർക്ക് എഴുതി അടുത്തൊരു വചനം എഴുതി വെച്ചു. അച്ഛൻ ബൈബിൾ ഉദാഹരണങ്ങൾ കഴിഞ്ഞു. അടുത്ത ഒരു വചനം 1 തെസ്സലോനിയക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 18-ാമത്തെ തിരുവചനമാണ്. എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഹല്ലേലൂയ. വലതുകരമുയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞ്, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട്, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. അപ്പോ സ്തെഫാനോസിനെതിരെ അവരിങ്ങനെ ആരോപണങ്ങൾ പറഞ്ഞപ്പോ സ്തെഫാനോസ് നന്ദി പറഞ്ഞുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് അവന്റെ മുഖം ദൈവദൂതന്റെ മുഖം പോലെയായി. പൗലോസും ശീലാസും പീഡിപ്പിക്കപ്പെട്ടപ്പോ നന്ദി പറഞ്ഞുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് അവരുടെ മുഖം ദൈവദൂതന്റെ മുഖം പോലെ, സ്തുതിക്കുന്നവരുടെ മുഖമായി മാറി. പൗലോസ്, പത്രോസും യോഹന്നാനും നന്ദി പറഞ്ഞുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് അവരുടെ ഹൃദയത്തിൽ സന്തോഷമുണ്ടായി. ഹല്ലേലൂയ. മറ്റൊരു വചനം പറയുകയാണ്, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ഉം 5-ഉം തിരുവചനങ്ങൾ. ഫിലിപ്പി 4-4-ഉം 5-ഉം തിരുവചനങ്ങൾ. നിങ്ങളെപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, നിങ്ങളെപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. നിങ്ങളുടെ ക്ഷമാശീലം എല്ലാവരും അറിയട്ടെ. ഹല്ലേലൂയ. എന്താണ് എല്ലാവരും അറിയേണ്ടത്? നിങ്ങളുടെ ക്ഷമാശീലം എല്ലാവരും അറിയട്ടെ. പക്ഷെ സാധാരണ രീതിയിൽ മറ്റുള്ളവർ അറിയുന്നത് ഏത് ശീലമാണ്? ഞാനേ എങ്ങനത്തവളാണെന്ന് നീ ശരിക്കും അറിയും. നമ്മുടെ ക്ഷമാശീലമല്ല മറ്റുള്ളവർ അറിയുന്നത്, നമ്മുടെ ക്ഷമയില്ലാത്ത ശീലമാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പരാതി പറയുമ്പോ മറ്റുള്ളവർ അറിയുന്നത് നമ്മുടെ ഏത് ശീലമാണ്? പ്രിയപ്പെട്ടവരെ, ഒരു ഉദാഹരണം നിങ്ങൾ കേട്ടിട്ടില്ലാത്ത ഒരു വിശുദ്ധനാണ്. ചൈനയിൽ നിന്നുള്ള ഒരു വിശുദ്ധനാണ്. അദ്ദേഹത്തിന്റെ പേര് സെന്റ് മാർക്ക് ജി ടിയാൻസിയാങ് എന്നാണ്. സെന്റ് മാർക്ക് ജി ടിയാൻസിയാങ്, അങ്ങനെയാണ് അച്ഛൻ ഇംഗ്ലീഷിൽ വായിക്കുന്നത്. 1900-ൽ കൊല്ലപ്പെട്ട ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ അവർ ഒരു കലാപത്തിൽ അദ്ദേഹം വെടിയേറ്റ് അദ്ദേഹത്തെ 119 പേരെ കൊന്നതിന്റെ കൂട്ടത്തിൽ അദ്ദേഹം കൊല്ലപ്പെടുകയാണ്.
അങ്ങനെയാണ് അദ്ദേഹം വിശുദ്ധനാകുന്നത്. ചൈനയിൽ നിന്നുള്ള രക്തസാക്ഷികൾ 119 രക്തസാക്ഷികളിൽ ഒരാളാണ് സെയിന്റ് മാർക്ക് ജി ടിയാൻസിയാങ്. ഇദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു. ഇദ്ദേഹത്തിന് ഒരു ഉദരപീഡയുണ്ടായി. ചെറുപ്പത്തിൽ വന്ന ഒരു രോഗമാണ്. ഈ രോഗം മൂർച്ഛിച്ച് രോഗം വന്നു കഴിഞ്ഞപ്പോൾ രോഗത്തിന് ഔഷധമായി അദ്ദേഹം കുറച്ച് ഓപ്പിയം ഉപയോഗിക്കാൻ തുടങ്ങി, കറുപ്പ്. അപ്പോൾ ഇദ്ദേഹം ഈ കറുപ്പ് ഉപയോഗിക്കും, പിന്നെ ചെന്ന് കുമ്പസാരിക്കുമ്പോ പറയും ഞാൻ ഇങ്ങനെ കറുപ്പ് ഉപയോഗിച്ചു പോയി എന്ന് പറയും. അപ്പോൾ ഒരു പ്രാവശ്യം കുമ്പസാരക്കാരൻ പാപമോചനം നൽകി. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഈ വയറുവേദന കാരണം പിന്നെയും രോഗം വരുമ്പോ ഇദ്ദേഹം ഈ ഓപ്പിയം എടുത്ത് കഴിക്കും, പിന്നെയും പോയി കുമ്പസാരിക്കും. അവസാനം കുമ്പസാരക്കാരൻ 2-3 പ്രാവശ്യം ആയി കഴിഞ്ഞപ്പോ കുമ്പസാരക്കാരൻ പറഞ്ഞു, നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ ഓർക്കണം, 150 വർഷം മുമ്പത്തെ കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി പാപമോചനം തരാൻ പറ്റുകയില്ല. കാരണം നിങ്ങൾ കുമ്പസാരിക്കാൻ വരുന്നത് പാപം ചെയ്തിട്ട് ഒരു അനുതാപവും ഇല്ലാതെ കുമ്പസാരിക്കുന്നു, പാപമോചനം കിട്ടിയതിന് ശേഷം ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നു, പിന്നെയും പോയി പാപം ചെയ്യുന്നു. നിങ്ങൾക്കിനി പാപമോചനം തരാൻ പറ്റുകയില്ല. അതുകൊണ്ട് നിങ്ങൾക്കിനി കുർബാന സ്വീകരിക്കാൻ പറ്റുകയില്ല. അങ്ങനെ 30 വർഷം ഇദ്ദേഹത്തിന് പള്ളിയില്, ക്രിസ്ത്യാനിയാണ്, പള്ളിയില് കുർബാന കൊടുത്തില്ല. പക്ഷെ ഇദ്ദേഹം, അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര വലിയ വേദനയാണ്, അല്ലെങ്കിൽ ഒരു ഹ്യൂമിലിയേഷൻ ആണ്, ഒരു അപമാനമാണ്. പള്ളി പോകുന്നുണ്ട്, കുർബാന സ്വീകരിക്കുന്നില്ല. കാരണം കുർബാന സ്വീകരിക്കുന്നതിൽ നിന്ന് വിലക്കിയിരിക്കുകയാണ്. ഒരു മൂലക്ക് നിൽക്കും. അങ്ങനെ 30 കൊല്ലം കുർബാന സ്വീകരിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ കൊടുക്കാതെ ഇദ്ദേഹം അപമാനിക്കപ്പെട്ടു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഒരു പരിഭവവും ഇല്ലാതെ അദ്ദേഹം തന്റെ വിശ്വാസം, പ്രിയപ്പെട്ടവരെ, പള്ളിയിൽ പോകുന്നത് മുടക്കിയില്ല, പ്രാർത്ഥിക്കുന്നത് മുടക്കിയില്ല, ഈശോയെ എന്ന് വിളിക്കുന്നത് മുടക്കിയില്ല. അദ്ദേഹം തന്റെ വിശ്വാസ ജീവിതം മുടക്കിയില്ല, ഒരു പരിഭവവും പറഞ്ഞില്ല. ഹല്ലേലൂയ. നമുക്ക് കുർബാന സ്വീകരിക്കുന്നത് 2 ആഴ്ച കഞ്ഞി കിട്ടിയില്ലെങ്കിൽ അറിയാം. ഹല്ലേലൂയ. അല്ലെങ്കിൽ അച്ഛനെ കാണാൻ വന്നിട്ട് കുറച്ചു നേരം കൂടുതൽ ഇരിക്കണ്ട വന്നു, ഞാൻ ഇനി അങ്ങോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള പിള്ളേരുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഇദ്ദേഹം അങ്ങനെ ജീവിച്ചു. ഒടുവിൽ പ്രിയപ്പെട്ടവരെ, ബോക്സർ റിബല്യൻ എന്ന് പറയുന്ന ഒരു വിപ്ലവം ചൈനയിൽ നടന്നു. 1899 മുതൽ 1901 വരെയാണ്. ഈ സമയത്ത് അദ്ദേഹം ഒരു രക്തസാക്ഷിയാവുകയാണ്. അദ്ദേഹം ക്രിസ്ത്യാനികളെയും വിദേശികളെയും ചൈനയിൽ നിന്ന് പുറത്താക്കുക എന്നതായിരുന്നു ഈ ബോക്സർ റിബല്യന്റെ ലക്ഷ്യം. 32,000 ചൈനീസ് ക്രിസ്ത്യൻസും 200ഓളം വിദേശ മിഷണറിമാരും ആ 3 വർഷങ്ങളിലായി ചൈനയിൽ കൊല്ലപ്പെട്ടു. അതിൽ 119 പേരെ ജോൺ പോൾ II മാർപ്പാപ്പ 2000 മഹാജൂബിലി ആണ്ടിൽ ഒക്ടോബർ 1-ാം തീയതി രക്തസാക്ഷികളായി, അവരെ വിശുദ്ധരായി പ്രഖ്യാപിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ ഡോക്ടർ കൊല്ലപ്പെടാൻ വേണ്ടി നിൽക്കുമ്പോൾ, 119 പേരുണ്ടല്ലോ, കൊല്ലപ്പെടാൻ നിൽക്കുമ്പോ ഈ ഡോക്ടർ പറഞ്ഞു, എന്നെ അവസാനം കൊന്നാ മതി. ഓരോരുത്തരെയായി വെടിവെച്ച് കൊല്ലുകയാണ്. എന്തുകൊണ്ടാണ് അവസാനം കൊന്നാ മതി എന്ന് പറയുന്നത്? എനിക്ക് മുമ്പുള്ള അടുത്തൊരാൾ ഇനി കൂട്ടില്ല എന്ന രീതിയിൽ മരിക്കരുത്. ഒറ്റയ്ക്ക് നിന്ന് മരിക്കേണ്ടവരല്ല. ഒരാൾ മരിക്കുമ്പോ അയാളുടെ പിറകില് കൂട്ടുണ്ട് ഇനിയും മരിക്കാനുള്ളവര്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ അവസാനം ഒറ്റയ്ക്ക് മരിച്ചോളാം. അതുപോലെ വേറൊരാൾ കൂട്ടില്ലാതെ മരിക്കരുത്. എന്റെ മരണം എന്റെ കുടുംബത്തിന് ഒരു പ്രചോദനമാകണം. തിരുസഭയ്ക്ക് വേണ്ടി രക്തസാക്ഷികളാകാൻ എന്റെ ഭാര്യയ്ക്കും എന്റെ മക്കൾക്കും എന്റെ മരണം ഒരു പ്രചോദനമാകണമെന്ന് പറഞ്ഞ് കർത്താവിനെ സ്തുതിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈ സഹോദരൻ, ഈ ഡോക്ടർ തന്റെ 67-ാമത്തെ വയസ്സില് മരണം വരിക്കുന്നത്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം.
അദ്ദേഹത്തിന്റെ ശിരച്ഛേദം ചെയ്യപ്പെടുകയാണ്. തലവെട്ടിയാണ് കൊല്ലുന്നത്. അതുപോലെ മറ്റൊരു വിശുദ്ധയുടെ പേരാണ്, കൊറിയയിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയല്ല, 52-ാമത്തെ വയസ്സിൽ ആണ് അവർ കൊല്ലപ്പെടുന്നത്. അഗാത്ത കിം എന്ന് പറയുന്ന ഒരു വിശുദ്ധ. 1787 അഗാത്ത ജനിച്ചത്. പ്രിയപ്പെട്ടവരെ, തന്റെ 52-ാമത്തെ വയസ്സിൽ 1839 മെയ് മാസം 24-ാം തീയതി അവൾ ശിരച്ഛേദം ചെയ്യപ്പെടുകയാണ്. 52 വയസ്സുള്ള ഒരു സ്ത്രീ. അവൾ കല്യാണമൊക്കെ കഴിച്ചതായിരുന്നു. അവളുടെ സഹോദരി ക്രിസ്ത്യാനിയായപ്പോ അവൾക്കും ക്രിസ്ത്യാനിയാകണമെന്ന് തോന്നി. അച്ഛന് പറയാനുള്ള പോയിന്റ്, ഇവള് ക്രിസ്ത്യാനിയാകണമെന്ന് വിചാരിച്ചിട്ട് അവൾക്ക് ജ്ഞാനസ്നാനം കിട്ടിയില്ല. കാരണം അവൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല. പഠന വൈകല്യമുള്ള മക്കൾക്ക് വേണ്ടി പ്രത്യേകം മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി തിരുസഭ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ഒരു വിശുദ്ധയാണ് സെന്റ് അഗാത്ത കിം. കാരണം ഇവൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, വിശ്വാസ പ്രമാണം പഠിക്കാൻ പറ്റുന്നില്ല, സ്വർഗസ്ഥനായ പിതാവ് പഠിക്കാൻ പറ്റുന്നില്ല, നന്മ നിറഞ്ഞ മറിയമേ പഠിക്കാൻ പറ്റുന്നില്ല. അവൾക്ക് ആകെ പഠിക്കാൻ പറ്റുന്നത് ഈശോ മറിയം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന് പറഞ്ഞിട്ട് അത് പഠിക്കാൻ പറ്റുന്നില്ല. അവൾ അവസാനം 2 വാക്ക് മാത്രം പഠിച്ചു, ഈശോ മറിയം, ഈശോ മറിയം. അവളെ ജയിലിൽ അടച്ചു, അവൾ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവളെ വിചാരണ ചെയ്യുമ്പോ ന്യായാധിപൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: നിങ്ങൾ കത്തോലിക്ക സഭയിൽ വിശ്വസിക്കുന്നു എന്നത് സത്യമാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവളുടെ ഉത്തരം, ഈശോ മറിയം എന്നല്ലാതെ എനിക്ക് ഒന്നും അറിയുകയില്ല. അപ്പോൾ ന്യായാധിപൻ വീണ്ടും പറഞ്ഞു, ഈശോയെയും മറിയത്തെയും ഉപേക്ഷിച്ചാൽ നിനക്ക് നിന്റെ ജീവൻ രക്ഷിക്കാം. അവളുടെ ഉത്തരം, ഈശോയെയും മറിയത്തെയും ഉപേക്ഷിക്കുന്നതിനേക്കാൾ ഞാൻ മരിക്കാൻ ഇഷ്ടപ്പെടുന്നു. കൈയടിച്ച് നന്ദി പറയാം. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഒത്തിരി പീഡനങ്ങൾക്ക് ശേഷം 1839 തന്റെ 52-ാമത്തെ വയസ്സിൽ അവൾ ശിരച്ഛേദം ചെയ്യപ്പെട്ടു. 1984 അധികം നാളൊന്നും ആയിട്ടില്ല, മെയ് 6-ാം തീയതി ജോൺ പോൾ II മാർപ്പാപ്പ 102 കൊറിയൻ രക്തസാക്ഷികളോടൊപ്പം ഇവളെയും വിശുദ്ധയായി ഉയർത്തി. കൈയടിച്ച് നന്ദി പറയാം. ലേണിംഗ് ഡിസബിലിറ്റിയുള്ള കുട്ടികളുടെ മധ്യസ്ഥയാണ് അവൾ. അവൾക്ക് ഈശോയും മറിയവും എന്നതൊഴികെ ഒന്നും അറിയില്ല. പക്ഷേ അവൾക്ക് പരാതികളില്ല. അവൾക്ക് അവസാനം ജ്ഞാനസ്നാനം കൊടുക്കുന്നത് ജയിലിൽ കിടക്കുമ്പോഴാണ്. മരിക്കുന്നതിന് കുറച്ച് നാൾ മുമ്പാണ് ഈശോ മറിയെന്ന് മാത്രം അറിഞ്ഞൂടാ, മതി, അത് മതി എന്ന് പറഞ്ഞ് അവൾക്ക് ജ്ഞാനസ്നാനം കൊടുക്കുകയാണ്. പരാതികളില്ലാതെ, പരിഭവങ്ങളില്ലാതെ ഒരു ജീവിതം. അവൾക്ക് പരാതി പറഞ്ഞൂടെ? ഈ സഭയ്ക്ക് ഞാൻ ഇത്രമാത്രം ഈശോയെ സ്നേഹിച്ചിട്ട് എനിക്ക് ഒരു ജ്ഞാനസ്നാനം തന്നൂടെ? കൂദാശകൾ തന്നൂടെ? പരാതികളില്ല. ഹല്ലേലൂയ. തന്നെ കൊന്നവരോടും പരാതികളില്ല, സഭയോടും പരാതികളില്ല. പ്രിയപ്പെട്ടവരെ, ഈ മാസം ഫെബ്രുവരി മാസമാണ്. ഫെബ്രുവരി 11-ാം തീയതി ലൂർദ് മാതാവിന്റെ തിരുനാളാണ്. നിങ്ങൾക്കറിയാം, ലൂർദിൽ പരിശുദ്ധ അമ്മ 1858 പരിശുദ്ധ അമ്മ ആർക്കാണ് പ്രത്യക്ഷപ്പെട്ടത്? 14 വയസ്സ് മാത്രമുണ്ടായിരുന്ന പെൺകുട്ടിയുടെ പേര് ബെർണഡിറ്റ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി. കൂടെ അപസ്മാരമൊക്കെ വരുമായിരുന്ന ഒരു പെൺകുട്ടിയാണ്. ഫെബ്രുവരി 11-ാം തീയതി മുതൽ ജൂലൈ 16-ാം തീയതി വരെ 18 പ്രാവശ്യമാണ് പരിശുദ്ധ അമ്മ അവൾക്ക് പ്രത്യക്ഷപ്പെട്ടത്. അങ്ങനെ പ്രത്യക്ഷീകരണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും കുശാലായി പോയി. അങ്ങനെ എല്ലാവരും പോയതിനു ശേഷം പിന്നെ 22-ാമത്തെ വയസ്സിൽ ഇവൾ ഒരു മഠത്തിൽ ചേർന്നു.
സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി കോൺവെന്റിൽ ചേരുകയും ഒരു കന്യാസ്ത്രീയായി ജീവിക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇവൾക്ക് തുടർച്ചയായ രോഗപീഠകളാണ്. തൊട്ടപ്പുറത്ത് ലൂർദിൽ ആയിരങ്ങള് പതിനായിരങ്ങള് ജനലക്ഷങ്ങള് വന്ന് ആ ലൂർദിലെ നീരുറവയിൽ നിന്ന് വെള്ളം കുടിക്കുകയും സുഖം പ്രാപിക്കുകയും അത്ഭുതങ്ങളുടെ പെരുമഴ സംഭവിക്കുകയും ചെയ്യുകയാണ്. അവൾ തന്റെ കൈകൊണ്ട് കുഴിച്ച ആ നീരുറവയിൽ നിന്ന് പുറപ്പെടുന്ന വെള്ളം കുടിച്ച് പതിനായിരങ്ങള് സൗഖ്യപ്പെടുമ്പോ ഇപ്പുറത്ത് കുറച്ചു മാറി ബെർണഡിറ്റ രോഗിയായി കിടക്കുകയാണ്. അപ്പോ അവളോട് ചോദിച്ചു, നിനക്ക് സൗഖ്യം പ്രാപിക്കണ്ടേ? അവള് പറഞ്ഞു, രോഗിയായിരിക്കുക എന്നതാണ് എന്റെ ദൈവവിളി. മൈ വൊക്കേഷൻ ഈസ് ടു ബി സിക്ക്. രോഗി, അവൾക്ക് പരാതിയില്ല, രോഗിയാണ്. 22 വയസ്സ് മുതൽ പ്രിയപ്പെട്ടവരെ 35-ാമത്തെ വയസ്സിൽ അവൾ മരിക്കുന്നത് വരെ രോഗിയാണ്. അവള് പറഞ്ഞു, പരിശുദ്ധ അമ്മയുടെ കയ്യിലെ ഒരു ചൂലാണ്. ഐ ആം എ ബ്രൂം ഇൻ ദ ഹാൻഡ് ഓഫ് അവർ ലേഡി. പരിശുദ്ധ അമ്മയുടെ കയ്യിലെ ഒരു ചൂലാണ് ഞാൻ. നമ്മൾ ചൂലെടുത്തുകൊണ്ട് എന്ത് ചെയ്യും? അടിക്കും അല്ലേ? കാലത്ത് തന്നെ ചൂലെടുക്കും, മുറി അടിക്കും. കിടന്ന സ്ഥലവും മുറിയൊക്കെ അടിച്ച് വൃത്തിയാക്കിയതിനു ശേഷം പിന്നെ ആ ചൂല് എവിടെ വെക്കും? ഒരു മൂലയ്ക്കൽ എവിടെ വെക്കും? വാതിലിന്റെ പിറകില് വെക്കും. അല്ലേ? എല്ലാവരും കാണുന്ന സ്ഥലത്ത് തൂക്കിയിടോ? ചൂലിന്റെ ഈ സ്ഥലം എന്ന് പറയുന്നത് വാതിലിന്റെ മറവിൽ അല്ലെ? വാതിൽ ഇങ്ങനെ അടച്ചു വെച്ച് ചൂല് അതിന്റെ മറവിൽ ആ മൂലയ്ക്ക് വെക്കും. അങ്ങനെ പരിശുദ്ധ അമ്മ ലോകത്തിന്റെ പാപങ്ങൾ അടിച്ചു മാറ്റുന്നതിന് വേണ്ടി എന്നെ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ എന്നെ വാതിലിന്റെ മറവിലെ ആ മൂലയിൽ ഒരു ചൂലായി വെച്ചിരിക്കുകയാണ്. മൈ വൊക്കേഷൻ ഈസ് ദാറ്റ്. എനിക്ക് വേണ്ടി. അപ്പോൾ അവളുടെ മദർ അവളോട് ചോദിച്ചു, മോളെ, നിന്റെ ഈ രോഗം മാറാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടി പ്രാർത്ഥിക്കട്ടെ? അപ്പോൾ അവള് പറഞ്ഞു, ഞാൻ ഈ രോഗിയായിരിക്കുക എന്നത് എന്റെ ഒരു ദൈവവിളിയാണ്. അവൾക്ക് പരാതിയില്ല. അങ്ങനെ പരാതികളില്ലാതെ കടുത്ത ആസ്മരോഗവും ക്ഷയവും കാലിൽ ട്യൂമറും ഒക്കെ ആയിട്ട് അവള് അങ്ങനെ ജീവിക്കുകയും ഒരു പരാതികളുമില്ലാതെ മരിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവർ, അങ്ങനെ മരിച്ച ഈ ബെർണഡിറ്റയുടെ ശരീരം 30 വർഷങ്ങൾക്ക് ശേഷം തുറന്നു. 1909 ഇത് തുറന്നപ്പോ ഒരു കേടും വന്നിട്ടില്ല. 30 വർഷം കഴിഞ്ഞിട്ടും ശരീരത്തിന് ഒരു കേടും വന്നിട്ടില്ല. അവരെന്ത് ചെയ്തു? അടച്ച് വീണ്ടും കുഴിച്ചിട്ടു. 10 കൊല്ലം കഴിഞ്ഞപ്പോ വീണ്ടും തുറന്നു. 1919 വീണ്ടും തുറന്നപ്പോ അങ്ങനെ തന്നെ ഇരിക്കും. 1925 വീണ്ടും അടച്ചു വെച്ചു. 1925 വീണ്ടും തുറന്നു. അപ്പോഴും ഒരു കേടും വന്നിട്ടില്ല. പിന്നെ അവര് അത് അടച്ചു വെച്ചില്ല, അത് എക്സ്പോസ് ചെയ്തു. ഇപ്പോഴും അച്ഛന്റെ ഒരു സുഹൃത്ത് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ഫ്രാൻസിലാണ്. ഈ ലൂർദിൽ നിന്ന് പിന്നെയും കുറെ ദൂരം യാത്ര ചെയ്തിട്ടൊക്കെയാണ് അവിടെ ചെന്നത്. പ്രിയപ്പെട്ടവരെ, ഈ അഴുകാത്ത ശരീരങ്ങൾ, കുറെ ശരീരങ്ങളൊക്കെ ഇവര് ഇങ്ങനെ കണ്ടുള്ളൊരു യാത്രയായിരുന്നു. 1 മാസത്തോളം എടുത്തുള്ളൊരു യാത്രയായിരുന്നു അവര് പറയായിരുന്നു, ഏറ്റവും മനോഹരമായി പ്രിസർവ് ചെയ്യപ്പെട്ടിട്ടുള്ള ഏറ്റവും സുന്ദരമായിരിക്കുന്ന രൂപം ബെർണഡിറ്റയുടേതാണെന്ന്. അതുപോലെ ഈ ജീവിതം മുഴുവൻ, ശരീരം മുഴുവൻ അഴുകി ജീവിച്ചിരിക്കുമ്പോ തന്നെ ശരീരത്തിൽ മുഴുവൻ രോഗങ്ങളായി സ്നേഹം മാത്രം കൊണ്ടു നടന്ന് 35-ാമത്തെ വയസ്സിൽ മരിച്ച പെൺകുട്ടി, പ്രിയപ്പെട്ടവരെ, അവളുടെ ശരീരം ഇപ്പോഴും അഴുകാതിരിക്കുകയാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ അവളോട് ചോദിച്ചു, നിന്റെ ഈ രോഗത്തിനൊരു ശമനമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത്, ഡോണ്ട് പ്രേ ഫോർ റിലീഫ്. രോഗത്തിൽ നിന്ന് ശമനമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണ്ട, ബട്ട് പ്രേ ഫോർ പേഷ്യൻസ്. എനിക്ക് ഈ രോഗത്തെ ക്ഷമയോടെ അതിജീവിക്കാനുള്ള, എനിക്കൊരു ക്ഷമ എന്ന് പറയുന്ന പുണ്യമുണ്ടാകാൻ, എനിക്ക് ഇതിനെ സഹിക്കാൻ ഒരു കൃപയുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ മതിയെന്ന് ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ,
പ്രിയപ്പെട്ടവരെ, പരാതികളില്ലാതെ ഈ ലോകത്ത് ജീവിച്ച് കടന്നുപോയി വിശുദ്ധനായ മറ്റൊരാളാണ് ജോൺ മരിയ വിയാനി എന്ന് പറയുന്ന പുണ്യവാൻ. നിങ്ങൾക്കറിയാം, പട്ടം കിട്ടി കുറെ നാള് ഈ പട്ടം കിട്ടിയ പുത്തനച്ഛനെ ഒരു ഇടവകയും കൊടുക്കാതെ ബിഷപ്പ് ഹൗസിൽ വെച്ചു. പിതാവേ, അപ്പോയിന്റ്മെന്റ് ഇല്ല, അവിടെ ഇരുന്നു. ഒരു ഇടവക കൊച്ചച്ഛനായിട്ടെങ്കിലും വിട്ടാൽ മതി, കാരണം ഓരോടത്ത് കൊച്ചച്ഛനായിട്ട് പോലും വിടാൻ കൊള്ളില്ല. അങ്ങനെ കൊച്ചച്ഛനായിട്ടുമില്ല, ഒരു കുമ്പസാരിപ്പിക്കാനും പോണ്ട, പ്രസംഗിക്കാനും പോണ്ട, അവിടെ അച്ഛനായല്ലോ അത് മതി, ഇവിടെ കുർബാന എല്ലി അടങ്ങി ഒതുങ്ങി ഇരുന്നോ, താൻ പുറത്തു പോയ പ്രശ്നമാണെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റും കൊടുക്കാതെ വെച്ചുകൊണ്ടിരുന്ന ചെറച്ചൻ. അങ്ങനെയാണ് ഒരു സ്ഥലത്ത് ഒരച്ഛന്മാരും ചാർജ് എടുക്കാൻ പോകുന്നില്ല. പിതാവ് ഒരച്ഛനെ വിളിച്ചിട്ട് ചോദിച്ചു, അവിടെ പോവോ, അങ്ങനെ ഒരു ഇടവക ഉണ്ടല്ലോ, അവിടെ ഞങ്ങൾ പോവില്ല, ഞാൻ പോവില്ല, അത് പ്രശ്നക്കാരുള്ള ഇടവകയാണ്. അവിടെ പോയ അച്ഛന്മാരാരും തല്ല് കിട്ടാതെ തിരിച്ചു വന്നിട്ടില്ല. തല്ലിയോടിച്ച ചരിത്രമുള്ള ഇടവകയാണ്, അതുകൊണ്ട് ഞങ്ങൾ പോവുകയില്ല. അങ്ങനെ ആരും പോകാതെയായപ്പോൾ അപ്പൊ പിതാവ് നോക്കിയപ്പോ ഇവിടെ അടുക്കളയിൽ നിൽക്കുന്ന ഒരു അച്ഛനുണ്ട്. അങ്ങനെയാണ് ജോൺ മരിയ വിയാനിയെ ആർസിലേക്ക് അയക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പരാതികളില്ലാതെ പോകുന്നു. ബാക്കി ചരിത്രം നമുക്കറിയാവുന്നതാണ്. അങ്ങനെ അവിടെ ചെന്ന് കുമ്പസാരിപ്പിക്കാൻ തുടങ്ങി. 12 മണിക്കൂർ 14 മണിക്കൂർ ഒറ്റയ്ക്കിരുന്ന് കുമ്പസാരിപ്പിക്കുകയാണ്. കൂടെ ആരുമില്ലാത്തതിനെ കുറിച്ച് പരാതിയില്ല. ആരും എന്റെ കാര്യം അന്വേഷിക്കുന്നില്ലല്ലോ, ഭക്ഷണമില്ല, ഉറക്കമില്ല, ആരും അന്വേഷിക്കുന്നില്ല, പരാതിയില്ല. അങ്ങനെ പണ്ട് മരമണ്ടനാണെന്ന് പറഞ്ഞ ഒരിടവകയും കൊടുക്കാതിരുന്നതിനെ കുറിച്ചൊന്നും, അധികാരികളെ കുറിച്ച് പരാതിയില്ല, ആളുകളെ കുറിച്ച് പരാതിയില്ല. അവസാനം അവിടെ 73-ാമത്തെ വയസ്സിൽ പ്രിയപ്പെട്ടവരെ ഈ വൈദികൻ മരിച്ചു. 46 വർഷം കഴിഞ്ഞ് കുഴിമാടം തുറക്കുമ്പോ 1905 46-ാം വർഷം കുഴിമാടം തുറക്കുമ്പോ ശരീരം അങ്ങനെ തന്നെ ഇരിക്കുന്നു. 1925 വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു. കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന്റെ വിശുദ്ധ പദവിയുടെ 100-ാം വർഷമായിരുന്നു. കൈയടിച്ച് നന്ദി പറയാം. ഇപ്പോൾ ഇന്ന് 1167 വർഷങ്ങൾ കഴിഞ്ഞു മരിച്ചിട്ട്, എന്നിട്ടും ആ ശരീരം ഇപ്പോഴും നമ്മെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് കിടക്കുകയാണ്. ഹല്ലേലൂയ. അതാണ് പരാതികൾ പറയാതെ ജീവിച്ച മനുഷ്യരുടെ ചില ചരിത്രങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു മാനദണ്ഡമനുസരിച്ച് നമ്മുടെ ശരീരത്തിന് എന്ത് സംഭവിക്കും? നമ്മുടെ ശരീരം, പരാതികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശരീരം ജീവിച്ചിരിക്കുമ്പോ തന്നെ പ്രിയപ്പെട്ടവരെ, അച്ഛൻ അവസാനിപ്പിക്കുകയാണ്. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ തിരുസഭയെ ആത്മപരിത്യാഗത്തെ കുറിച്ച് പഠിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പഠനങ്ങൾ തിരുസഭയ്ക്ക് നൽകിയിട്ടുള്ള വിശുദ്ധനാണ് നമ്മളുടെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന വിശുദ്ധൻ. അതായത് ഉണ്ണീശോയുടെ രൂപത്തിന്റെ തൊട്ടപ്പുറത്ത് സെന്റ് ജോൺ ഓഫ് ദ ക്രോസ് എന്ന് പറയുന്ന വിശുദ്ധൻ. ഈ വിശുദ്ധൻ ഈ പരാതി പറയുന്നതിനെ കുറിച്ച് വലിയ തീസിസ് തന്നെ എഴുതിയിട്ടുണ്ട്. അതിൽ നിന്ന് 5 മിനിറ്റ് കൊണ്ട് അച്ഛനൊരു 5 കാര്യങ്ങൾ പറയാം. ഒന്നാമതായി അദ്ദേഹം പറയുകയാണ്, പരാതി പറയുന്ന സ്വഭാവം ആത്മീയ വളർച്ചയ്ക്കും ദൈവൈക്യത്തിനും തടസ്സമാണ്. ഒന്ന് പറഞ്ഞേ. പരാതി പറയുന്ന സ്വഭാവം ആത്മീയ വളർച്ചയ്ക്കും ദൈവൈക്യത്തിനും തടസ്സമാണ്. അപ്പൊ നമുക്ക് ആത്മീയമായി വളരണമെങ്കിൽ ഏത് സ്വഭാവം ഉണ്ടാകാൻ പാടില്ല? പരാതി പറയുന്ന സ്വഭാവം. ചില ആളുകൾ പറയും, അപ്പൊ പിന്നെ ജീവിക്കുന്ന എന്തിനാണച്ചോ? പരാതി അല്ലാതെ വേറെന്തെങ്കിലും പറഞ്ഞോന്ന് ചോദിച്ചാൽ അങ്ങനെയാണെങ്കിൽ ഒന്നും പറയാനില്ലത്. പരാതി ഒഴിച്ച് എന്ത് വേണമെങ്കിലും പറയാന്ന് എഴുതി വെച്ചു. അപ്പോ വന്നിട്ട് അങ്ങനെയാണെങ്കിൽ ഒന്നും പറയാനില്ല. അപ്പോ പരാതി പറയുന്ന സ്വഭാവം ആത്മീയ വളർച്ചയ്ക്കും ദൈവവുമായിട്ടുള്ള ഐക്യത്തിന് തടസ്സമാണ്. ഇനി
കുരിശിന്റെ വിശുദ്ധ യോഹന്നാനെ കുറിച്ച്, ജീവിതത്തെ കുറിച്ച് അച്ഛൻ ഡിസംബർ മാസത്തിൽ ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞിരുന്നു. 9 മാസം കുളിക്കാൻ പറ്റാതെ, അല്ലേ, തന്റെ സഹസന്യാസിമാർ ജയിലിലിട്ട ഒരു വിശുദ്ധനാണ്. അദ്ദേഹത്തിന്റെ സഹോദരന്മാര്, സഭയിലുള്ള മറ്റംഗങ്ങള് ഇദ്ദേഹത്തെ ജയിലിൽ അടച്ചു. 9 മാസം ഒരു പായയില്ലാതെ താഴത്ത് തറയിൽ കിടക്കേണ്ടി വന്നു. കുളിക്കാൻ 9 മാസം കുളിക്കാൻ അവസരം കിട്ടിയില്ല. 9 മാസം ഉടുതുണിക്ക് മറുതുണിയില്ലായിരുന്നു. രോഗങ്ങൾക്ക് ചികിത്സയില്ലായിരുന്നു. ശരീരം മുഴുവൻ വ്രണമായി മാറിയിരുന്നു. നല്ല ഭക്ഷണമില്ലായിരുന്നു. അതുപോലെ അതും കൂടാതെ പലരും അദ്ദേഹത്തെ ശാരീരികമായി പീഡിപ്പിക്കുകയും മാനസികമായി നിന്ദിക്കുകയും അപമാനിക്കുകയും ഒക്കെ ചെയ്ത് മരണത്തിന്റെ വക്കോളം എത്തിയ കഥ. പ്രിയപ്പെട്ടവരെ, ഈ കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ എഴുതിയ ഗ്രന്ഥം, അതായത് പുസ്തകങ്ങൾ മുഴുവനും കൂടെ അച്ഛന്റെ കയ്യിലിരിക്കുന്നുണ്ട്. നമ്മളുടെ എല്ലാവരും ആ പുസ്തകത്തിൽ ഒരിടത്തും ഞാൻ ഇങ്ങനെ സഹിക്കേണ്ടി വന്നു എന്ന് ഈ വിശുദ്ധൻ എഴുതിയിട്ടില്ല. അവരെന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിയെന്ന് സെന്റ് ജോൺ ഓഫ് ദി ക്രോസ് എഴുതിയിട്ടില്ല. കത്തുകൾ എഴുതിയപ്പോ ഇതെഴുതിയില്ല. തനിക്ക് നേരിടേണ്ടി വന്ന പീഡനം, 9 മാസം കുളിക്കാൻ കിട്ടിയില്ല, എന്റെ തുണി മാറാൻ കിട്ടിയില്ല, എന്നെ അവര് പീഡിപ്പിച്ചു. എന്തിന്? വിസർജ്യം, അദ്ദേഹത്തിന്റെ ആ മുറിയിൽ നിന്ന് വിസർജ്യം, ടോയ്ലറ്റിൽ പോകാൻ അനുവാദമില്ല, മുറിയിൽ തന്നെ പോകണം. അതിന് പാത്രം വെച്ചിട്ടുണ്ട്, അതെടുത്ത് മാറ്റില്ല. അങ്ങനെ ദുർഗന്ധത്തിൽ ചീഞ്ഞളിഞ്ഞ് കിടന്നതിനെ കുറിച്ച് അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കലും ആരോടും പറഞ്ഞില്ല. പിന്നെ നമ്മൾ എങ്ങനെ അറിഞ്ഞത്? മറ്റുള്ളവര് പറഞ്ഞറിഞ്ഞു. ഇദ്ദേഹം ഇത്രമാത്രം കൃതികൾ എഴുതി, വലിയ വലിയ കൃതികൾ എഴുതി, കവിതകൾ എഴുതി, വ്യാഖ്യാനങ്ങൾ എഴുതി, അങ്ങനെ വേദപാരംഗതനായി. പക്ഷേ താൻ അനുഭവിക്കേണ്ടി വന്ന വേദനകളെ കുറിച്ച് പരാതി പറഞ്ഞില്ല. അദ്ദേഹം ഈശോയുടെ വേദനകളെ കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നമ്മളായിരുന്നെങ്കിലോ, ആ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിലോ ഈശോയെ കുറിച്ച് ഒന്നും പറയാനുണ്ടാവില്ല. നമ്മൾ പറയും, ഈശോയൊക്കെ അനുഭവിച്ചത് എന്ത്, എന്റെ കഥ കേൾക്ക്, എന്റെ കഥ കേക്കെന്ന് നമ്മൾ വഴി കൂടെ പോണവരൊക്കെ പിടിച്ചു നിർത്തി, ഇതൊന്ന് കേക്ക്, ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നിട്ട് ഈ വിശുദ്ധൻ പറയുകയാണ്, നിങ്ങൾക്ക് പരാതി പറയാതെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. ഒന്ന്, ക്രൂശിതനായ ക്രിസ്തുവിനെ ഓർക്കുക. ഈശോ എന്താ ചെയ്തത്? എഴുതാണ്, നിങ്ങൾക്ക് വളരെ വേദനാജനകമായത് സംഭവിക്കുമ്പോൾ ക്രൂശിതനായ ക്രിസ്തുവിനെ ഓർക്കുകയും നിശബ്ദനായിരിക്കുകയും ചെയ്യുക. ഈശോയുടെ ആ കുരിശ് മരണത്തോട് തുലനം ചെയ്യുമ്പോൾ നമുക്ക് നിശബ്ദരായിരിക്കാൻ കഴിയും. ഒന്ന്. രണ്ട്, ആത്മീയ പക്വതയുടെ അഭാവമാണ് നമ്മെ പരാതിപ്പെട്ടികളാക്കുന്നത്. നമുക്ക് പൂർണ്ണത പ്രാപിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ്. ആത്മീയ പക്വത പ്രാപിക്കാത്തതിന്റെ അടയാളങ്ങളാണ് പരാതികൾ. നമുക്ക് നമ്മോടുള്ള സ്നേഹത്തിന്റെ അടയാളമാണ്. എനിക്കത് സംഭവിച്ചു, എനിക്കിത് സംഭവിച്ചു, എന്നോട് അവരിങ്ങനെ ചെയ്തു, എന്നോട് ഇവരങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നത് നമുക്ക് നമ്മളോടുള്ള സ്നേഹം, സെൽഫ് ലവ്. ഒന്ന്. രണ്ട്, അൺവില്ലിംഗ്നെസ് ടു അക്സെപ്റ്റ് ദ പ്യൂരിഫിക്കേഷൻ ഓഫ് ദ ക്രോസ്. കുരിശിലൂടെ വരുന്ന വിശുദ്ധീകരണം സ്വീകരിക്കാൻ തയ്യാറല്ല. നിന്റെ ജീവിതത്തിൽ ദൈവം ചില സഹനങ്ങൾ അനുവദിച്ചു, ചില സങ്കടങ്ങൾ അനുവദിച്ചു, ചില കുരിശുകൾ, നോട്ട് ബർഡൻസ് ബട്ട് ക്രോസ്. നീ പരാതി പറയുമ്പോ നിന്റെ ജീവിതത്തിലെ സഹനങ്ങള് ഭാരം, ബർഡൻ ആവുകയാണ്. നീ അത് സ്വീകരിക്കുമ്പോ അത് കുരിശായി മാറുകയാണ്. അതാണ് ഭാരവും കുരിശും തമ്മിലുള്ള വ്യത്യാസം. എല്ലാ വേദനയും കുരിശാകുന്നില്ല, ചില വേദനകൾ ഭാരമാകുന്നു. പക്ഷേ നീ പരാതി കൂടാതെ സ്വീകരിക്കുമ്പോ നിനക്ക് ആ ഭാരത്തെ കുരിശാക്കി മാറ്റാൻ പറ്റും. ഹല്ലേലൂയ
അപ്പോൾ കുരിശിലൂടെ വരുന്ന വിശുദ്ധീകരണം സ്വീകരിക്കാൻ തയ്യാറില്ലാത്തവരാണ് എന്ത് പറയുന്നത്? പരാതി പറഞ്ഞു. അവിടെ പരാതി, ഇവിടെ പരാതി, അവിടെ പരാതി. ഹല്ലേലൂയ. ഇനി രണ്ടാമത്തെ പോയിന്റിൽ തന്നെയാണ് എഴുതുകയാണ്, പരാതികൾ പറയുന്തോറും നമ്മുടെ ഈഗോ വളരുന്നു. നമുക്ക് എല്ലാവർക്കും എന്തുണ്ട്? ഈഗോയുണ്ട്. അത് വളരുന്നു, ആത്മാവ് ക്ഷയിക്കുന്നു. ഇംഗ്ലീഷിൽ അതിനെങ്ങനെയാണ് പറയുന്നത്? He believed that complaining strengthens the ego and weakens the spirit. നമ്മൾ ഇങ്ങനെ പരാതി പറയുമ്പോൾ നമ്മുടെ ഈഗോ വളരുകയും നമ്മുടെ ആത്മാവ് ക്ഷയിക്കുകയും ചെയ്യുന്നു. മൂന്നാമതായി സെന്റ് ജോൺ ഓഫ് ദ ക്രോസ് ഉപയോഗിച്ച ഒരു വാക്കാണ് തിക്കറ്റ് ഓഫ് സഫറിംഗ്. തിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെടികളൊക്കെ കൂട്ടം കൂടി നിൽക്കുന്നതിനെയാണ് തിക്കറ്റ് എന്ന് പറയുന്നത്. കൂട്ടം കൂടി നിൽക്കുന്ന സഹനങ്ങൾ, അല്ലെങ്കിൽ ഒരു കൂട്ടം സഹനങ്ങൾ. ഒറ്റക്കൊറ്റക്കല്ല, വല്ലപ്പോഴും ഒരു സഹനം ഉണ്ടായി എന്നുള്ളതല്ല. എന്തായി? കൂട്ടം കൂടി സഹനങ്ങൾ. നമ്മൾ പറയില്ലേ, ഒന്ന് തീരുന്നതിന് മുമ്പ്. അത് തന്നെ, അതിനെയാണ് കൂട്ടം കൂടി സഹനങ്ങൾ എന്ന് പറയും. നിങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടോ? എല്ലാവരും കണ്ണു തുറന്ന് മിഴിച്ചിരിക്കുന്നുണ്ട്, പക്ഷെ അനങ്ങുന്നില്ല. ഹല്ലേലൂയ. അപ്പോൾ ഒരു കൂട്ടം സഹനങ്ങൾ, ശ്രദ്ധിച്ചോ, ഒരു കൂട്ടം സഹനങ്ങൾ നമ്മെ ഒരു കൂട്ടം അനുഗ്രഹങ്ങളിലേക്ക് നയിക്കുന്നു. ഒന്ന് പറഞ്ഞേ, ഒരു കൂട്ടം സഹനങ്ങൾ നമ്മെ ഒരു കൂട്ടം അനുഗ്രഹങ്ങളിലേക്ക് നയിക്കുന്നു. ഇംഗ്ലീഷിൽ അത് കുറച്ചുകൂടെ മനോഹരമാണ്. തിക്കറ്റ് ഓഫ്, if you want it, St. John of the Cross believed it is impossible to reach the thicket of the riches and wisdom of God except by first passing through the thicket of much suffering. സഹനങ്ങളുടെ തിക്കറ്റ്, സഹനങ്ങളുടെ ഒരു കൂട്ടം സഹനങ്ങളിലൂടെ നമ്മൾ ഒരു കൂട്ടം അനുഗ്രഹങ്ങളിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഹല്ലേലൂയ. നിനക്ക് ഒരു അനുഗ്രഹം മതിയെങ്കിൽ ഒരു സഹനം മതി. പക്ഷെ നിനക്കൊരു കൂട്ടം ഇല്ലേ? നമ്മുടെ നിയോഗങ്ങൾ എത്രയാണ്? 7 അല്ല 770 അല്ലേ? ഒരു അനുഗ്രഹം കിട്ടിയാൽ മതിയോ? നിങ്ങൾ ഒരു നിയോഗം നമുക്ക് ഒരു നിയോഗമല്ല, 7 അച്ഛാ, 7 മതിയാ. 7 കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടല്ലോ, 770 അപ്പോൾ അനുഗ്രഹങ്ങൾ, ഒരു കൂട്ടം അനുഗ്രഹങ്ങൾ വേണം. നീ ഒരു കൂട്ടം സഹനങ്ങളിലൂടെ കടന്നു പോകാൻ തയ്യാറാകണം. ഹല്ലേലൂയ. അതുകൊണ്ട് സഹനങ്ങൾ ദൈവം തന്റെ സുഹൃത്തുക്കളെ വിശുദ്ധീകരിക്കാൻ കൂടെ കൂടെ കൊടുക്കുന്ന സമ്മാനങ്ങളാണ്. വല്ലപ്പോഴും കൊടുക്കുന്ന സമ്മാനമല്ല. തന്റെ സുഹൃത്തുക്കളെ വിശുദ്ധീകരിക്കാൻ ദൈവം കൂടെ കൂടെ കൊടുക്കുന്ന സമ്മാനങ്ങളാണ് സഹനങ്ങൾ. സൗകര്യം ഉണ്ടെങ്കിൽ ഒന്ന് കൈയടിച്ച്. കയ്യൊക്കെ അടിക്കാം, പക്ഷേ കേൾക്കാൻ എത്ര സുഖമുണ്ടോ? അതാണ് അച്ഛൻ ആദ്യം പ്രസംഗത്തിന്റെ ആദ്യം പറഞ്ഞില്ലേ, അടുത്ത ആഴ്ച വരൂല്ല എന്ന് തീരുമാനിക്കുന്നവര് കൈവക്കിയെ. വെറുതെ പറഞ്ഞല്ല, അച്ഛൻ അവസാനം പറയാൻ പോകുന്ന ഇതാണെന്ന് അറിയാലോ അച്ഛൻ. ഹല്ലേലൂയ. അപ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് തന്റെ സഹനങ്ങൾ, നിങ്ങൾ അല്ലെങ്കിൽ അവസാനം അച്ഛനോട് പറയരുത്, അച്ഛൻ ഇങ്ങനെ ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ സഭയിൽ ഉണ്ടായിട്ട് അച്ഛൻ ഞങ്ങളോട് ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ആവർത്തിച്ച് പറയുകയാണ്, സഹനങ്ങൾ ദൈവം തന്റെ സുഹൃത്തുക്കളെ വിശുദ്ധീകരിക്കാൻ കൂടെ കൂടെ കൊടുക്കുന്ന സമ്മാനങ്ങളാണ്. അച്ഛൻ ഇത് പറയുമ്പോ നിങ്ങളെക്കാൾ അധികം അച്ഛനെ കുറിച്ചാണ് പേടി. കർത്താവ് അച്ഛൻ ഇതുപോലെ കൂടെ കൂടെ സഹനങ്ങൾ തന്നാൽ അച്ഛൻ എന്ത് ചെയ്യും? അല്ലേ? നിങ്ങൾക്ക് കുറെ സഹനങ്ങളും നിങ്ങൾക്ക് കുറെ അനുഗ്രഹങ്ങളും ഉണ്ടായിക്കൊള്ളട്ടെ, പക്ഷെ എനിക്കൊന്നും വരാൻ പാടില്ല. അല്ലേ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അടുത്തത്, സഹനങ്ങളെ കുറിച്ച് പരാതി പറയുന്നവർ. ശ്രദ്ധിച്ച്, സഹനങ്ങളെ കുറിച്ച് പരാതി പറയുന്നവർ എല്ലാം നന്മയാക്കി മാറ്റുന്ന ദൈവത്തിന്റെ പരിപാലനയെയാണ് സംശയിക്കുന്നത്.
അച്ഛൻ ആവർത്തിക്കാം. സഹനങ്ങളെ കുറിച്ച് പരാതി പറയുന്നവർ എന്തിനെയാണ് സംശയിക്കുന്നത്? എല്ലാം നന്മയാക്കി മാറ്റുന്ന ദൈവത്തിന്റെ പരിപാലനയെ സംശയിക്കുന്നു. അവരതിൽ ദൈവം എല്ലാം നന്മയാക്കി മാറ്റുമെന്ന് വിശ്വസിക്കുന്നില്ല. അവര് ചോദിക്കും, ഇതാണോ നന്മ? ഈശോ എന്റെ കൂടെയുണ്ട്, ഈശോ എല്ലാം നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട്. ഹല്ലേലൂയ. 4, the power of silent love. നിശബ്ദതയാണ് ശക്തി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഭാഷ ഏതാണെന്നറിയാവോ? സെന്റ് ജോൺ ഓഫ് ദ ക്രോസ് പറയുകയാണ്, നിശബ്ദമായ സ്നേഹമാണ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഭാഷ. The language God best hears is silent love. ദൈവം ഏറ്റവും അധികം കേൾക്കുന്ന ഭാഷ, കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന, ഏറ്റവും അധികം ശ്രദ്ധ കൊടുക്കുന്ന ഭാഷ നിശബ്ദമായ സ്നേഹത്തിന്റെ ഭാഷയാണ്. പരാതി പറഞ്ഞ് ഒച്ചപ്പാടുണ്ടാക്കി നടക്കുന്ന ഭാഷയല്ല കർത്താവ് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത്. നിശബ്ദമായ സ്നേഹത്തിന്റെ ഭാഷയാണ്. കാരണം നിശബ്ദത വിനയമാണ്. നമ്മൾ നിശബ്ദരായിരിക്കുമ്പോൾ, അമ്മ ത്രേസ്യ പറഞ്ഞിട്ടുള്ളൊരു കാര്യം സെന്റ് ജോൺ ഓഫ് ദ ക്രോസ് ആവർത്തിക്കുകയാണ്, നമ്മൾ നിശബ്ദരായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി ദൈവം സംസാരിക്കും. കൈയടിച്ച് നന്ദി പറയാം. നിന്റെ അവകാശങ്ങൾ പറഞ്ഞ് നീ കരയാതിരിക്കുമ്പോൾ നിനക്ക് വേണ്ടി ദൈവം കരമുയർത്തും, ദൈവം സ്വരമുയർത്തും. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ, ഈശോയേ. പ്രിയപ്പെട്ടവരെ, അവസാനമായി 5-ാമതായി, അവോയ്ഡ് അതേഴ്സ് കംപ്ലൈന്റ്സ് ആൻഡ് ക്രിറ്റിസിസംസ്. പരാതികൾ, കുറ്റം പറയലുകൾ കേട്ട് നിൽക്കാതിരിക്കുക. എന്താണ്? 2 പേര് കുറ്റം പറയുന്നു, ആരെയെ കുറിച്ചോ പറയുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. വേഗം പോയി അതിന്റെ ഇടയിൽ കൊണ്ടുപോയി തല വെച്ച് കൊടുക്കാതിരിക്കുക. നമ്മൾ ഏറ്റവും അധികം കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത് നന്മയാണോ തിന്മയാണോ? നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ കൂടുതൽ നേരം ചർച്ച ചെയ്യുന്ന ഒരാളുടെ നന്മയെ കുറിച്ച് നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്യണമെന്ന് വിചാരിച്ചോ, എത്ര നേരം പറയും? അയാൾ കുഴപ്പമില്ല, അയാൾ കുഴപ്പമില്ല, തീർന്നു. പക്ഷെ ഒരു കുറ്റമാണ് പറയുന്നതെങ്കിലോ എന്തൊരു ഉത്സാഹമായിരിക്കും, അല്ലേ? എന്തൊക്കെ കാര്യങ്ങൾ പറയാനുണ്ടാവും, അല്ലേ? അതെ, ഹല്ലേലൂയ. അപ്പോ സെന്റ് ജോൺ ഓഫ് ദ ക്രോസ് പറയാണ്, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുന്നത് കേട്ട് നിൽക്കാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒന്നും കേൾക്കാനുണ്ടാവില്ലല്ലോ, ഒന്നും പറയാനുണ്ടാവില്ല. പരാതികൾ, കുറ്റം പറയലുകൾ കേട്ട് നിൽക്കാതിരിക്കുക. ഹല്ലേലൂയ. Look at neither the remarks nor the deeds nor the lives of others. മറ്റുള്ളവരുടെ ജീവിതത്തെ ആവശ്യമില്ലാതെ ശ്രദ്ധിക്കണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ 5 കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ പരാതി പറയുന്ന അച്ഛൻ പരാതിയെ കുറിച്ചുള്ള ക്ലാസ്സുകൾ അവസാനിപ്പിക്കുകയാണ്. പരാതി പറയുന്നതിനെ കുറിച്ച്, അതിൽ നിന്ന് എങ്ങനെ ഒഴിഞ്ഞു നിൽക്കാം എന്നതിനെ കുറിച്ച് കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ പഠിപ്പിക്കുന്ന പാഠം നമുക്ക് പ്രിയപ്പെട്ടതാണ്. നമ്മൾ വെറുതെ ഈ വിശുദ്ധരുടെ ഒക്കെ രൂപം വെച്ചാ പോരാ, അല്ലേ? അവിടെ രൂപം വെച്ചിട്ടുണ്ട്, പോയിക്കോ, തൊട്ടുമുത്തിക്കോ, പോരാ. അവര് പറഞ്ഞത് എന്താണെന്ന് അറിയണം, പഠിക്കണം, പ്രാക്ടീസ് ചെയ്യണം. അമ്മ ത്രേസ്യയുടെ രൂപം തൊട്ടുമുത്തിയാ പോരാ, അമ്മ ത്രേസ്യ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് അറിയണം, അതനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കണം, പരിശ്രമിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലാതെ നമ്മുടെ കാതിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിയാണോ നമ്മൾ അവിലയിലേക്ക് വരുന്നത്? അങ്ങനെ വചനത്തിൽ പറയുന്നുണ്ട്, ഒരു കാലം വരും ആളുകൾ തങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്ന പ്രഭാഷകരെ അന്വേഷിക്കും. തങ്ങൾക്കിഷ്ടമുള്ളത് എന്താണ്? ഇഷ്ടമുള്ളത് നിങ്ങൾ ഈ വചനം 10 പ്രാവശ്യം എഴുതിക്കോ, ഇത് കിട്ടും എന്ന് പറഞ്ഞാൽ കൊള്ളാം. നിങ്ങൾ അച്ഛൻ തന്നെ പറയാണ്, 27 ആഴ്ച വന്നു, 27ാമത്തെ ആഴ്ച കല്യാണം നടക്കും, അല്ലേ? നടന്നില്ലെങ്കിൽ
അപ്പൊ ആ ചേച്ചിയുടെ കാര്യത്തിൽ നടന്നു അല്ലേ? നല്ല കാര്യം, സന്തോഷം. നടന്നില്ലെങ്കിൽ ഹല്ലേലൂയ. അപ്പൊ അത് നടക്കും, ഇത് നടക്കും, ഇത് കിട്ടും. പ്രിയപ്പെട്ടവരെ, അതല്ല നമ്മുടെ പ്രധാനം. നമ്മൾ ഈശോയെ പോലെ ആകുക എന്നതാണ്. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ പരിശ്രമങ്ങളും നമ്മൾ ഈ വചന ശുശ്രൂഷയും ആരാധനയും എല്ലാം നടത്തുന്നത്. നമ്മൾ ദൈവൈക്യത്തിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് കല്യാണം നടന്നു, ജോലി കിട്ടി, കടബാധ്യത മാറി, വീട് പണി നടന്നു, എല്ലാം ശരിയായി. പക്ഷേ ദൈവൈക്യത്തിലേക്ക് എത്തിച്ചേർന്നില്ലെങ്കിൽ ജീവിതം പാഴാണ്. അപ്പോൾ അതുകൊണ്ട് അച്ഛന് നിങ്ങളോട് ഇന്ന് ഓർമ്മിപ്പിക്കാനുള്ളത്, ഫോക്കസ് മാറ്റുക. എന്തിനാണ് ആ വിലയിൽ പോയത് എന്നതിന്റെ ഫോക്കസ് മാറ്റുക. ചില കാര്യങ്ങൾ നടക്കാനുണ്ടേ. എന്ത് കാര്യം? വസ്തു ഇടപാട് നടക്കാനുണ്ടേ അല്ലെ? അമ്മി കുത്താനുണ്ടോ എന്ന് ചോദിച്ച പോലെ. ഇവിടെ അമ്മി കുത്താനില്ല. കല്യാണം നടക്കാനുണ്ടേ, ഇല്ല. നമ്മൾ ആ ഫോക്കസ് മാറ്റിയിട്ട് എനിക്ക് ദൈവവുമായി ഐക്യത്തിൽ ആയിത്തീരാൻ ആഗ്രഹമുണ്ടേ എന്ന് പറയുന്നവരായി, അതന്വേഷിക്കുന്നവരായി നിങ്ങൾ ഓടി വരണം എന്നാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. കയ്യടിക്ക് സ്വരം ഇത്തിരി പോരം തോന്നും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ ഒരു സമൂഹമായി, ദൈവത്തിൽ ഐക്യം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ഒരു സമൂഹമായി, ഈശോയെ പോലെ ആയിത്തീരുന്നതിന് എന്തും ചെയ്യാൻ ഒരുക്കമുള്ളവരുടെ ഒരു സമൂഹമായി, ഈശോയെ സ്നേഹിക്കുന്ന ആ സ്നേഹത്തിന്റെ കനലുള്ളവരുടെ ഒരു സമൂഹമായി നമ്മൾ രൂപപ്പെടുക എന്നതാണ് നമ്മെക്കുറിച്ചുള്ള ഈശോയുടെ ആഗ്രഹവും ഈശോയുടെ സ്വപ്നവും. ഹല്ലേലൂയ. നമുക്ക് കണ്ണുകളടക്കാം.